ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രെയർ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ നാളുകളിൽ മക്കളുടെ അനുഗ്രഹം കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ കൃപയിലേക്ക് മക്കൾ നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 116 സങ്കീർത്തനം 8-ാം വചനം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ മക്കളുടെ കാലുകളെ ഇടർച്ചയിൽ നിന്നും, നയനങ്ങളെ കണ്ണുനീരിൽ നിന്നും, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാ തരത്തിലും തിന്മയിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവിന് കരമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഇടർച്ചയുണ്ടാകാതെ അവിടുന്ന് അവരുടെ കാലുകളെ വഴിതെറ്റിപ്പോകാതെ പിടിച്ചു നിർത്തുവാൻ, കൃപയിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപകടകരമായ അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും മക്കൾ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹത്തിൽ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരത്താൽ മക്കൾ നിർമ്മലതയിൽ ജീവിക്കുവാനും അനുഗ്രഹത്തെ കാംക്ഷിച്ച് അതിനെ മുൻപോട്ട് കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അവരുടെ അധ്വാനഫലം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 116:8 അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും, അപകടകരമായ വഴിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ദുഃഖകരമായ എല്ലാ അനുഭവങ്ങളിൽ നിന്നും മക്കൾ വിടുതൽ നേടട്ടെ. തെറ്റായ വഴികളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളുടെ കാലിടരാതെ അങ്ങയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും, പ്രാർത്ഥനാപരത്തിലും സ്വീകരിച്ച് വചനം വായിച്ച് എപ്പോഴും അനുഗ്രഹത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.